ഇന്ന് വന്നൊരു പേഷ്യന്റ് എന്നോട് ചോദിച്ചു, ഈ ജോയിന്റ് മാനിപ്പുലേഷൻ ചികിത്സ കൊണ്ട് കാലിന്റെ വളവ് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ പേഷ്യന്റ് ദൂരെ നിന്ന് വന്നതാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് രോഗി വന്നത്. അപ്പോൾ രോഗിയുടെ വിചാരം ഈ ചികിത്സ കൊണ്ട് കാലിന്റെ വളവ് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. മുട്ടുവേദനയ്ക്ക് ചികിത്സിക്കാൻ വരുന്നവര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ചികിത്സയിലൂടെ വളവ് എങ്ങനെയെങ്കിലും മാറ്റാൻ സാധിക്കും എന്നുള്ളത്. പലപ്പോഴും വളവ് വരുന്നത് ബോൺ ടു ബോൺ ആർട്ടിക്കുലേഷൻ വരുമ്പോഴാണ് നമുക്ക് വളവ് ഉണ്ടാവുന്നത്. അതൊരിക്കലും തേയ്മാനം കൊണ്ടുണ്ടായ വളവ് ഒരിക്കലും ഒരു കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ജോയിന്റ് മാനിപ്പുലേഷൻ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല. അപ്പൊ ഞാൻ ആ പേഷ്യന്റിനോട് പറഞ്ഞു, നമുക്കൊരിക്കലും വളവ് മാറ്റാനല്ല ഈ ചികിത്സ ചെയ്യുന്നത്, പകരം നമുക്ക് തേയ്മാനം ഇനി രൂക്ഷമായ അവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ, നിലവിലുള്ള വളവ് ഇനി അഗ്രവേറ്റ് ചെയ്യാതിരിക്കാൻ, കൂടാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കിത് ചെയ്യുന്നത്. എന്തോരം അയവ് കിട്ടുന്നുള്ളത് ഇപ്പൊ തന്നെ അറിയാൻ സാധിക്കും. അതിനുശേഷം ലഭിക്കുന്ന അയവ് നിലനിർത്താൻ വേണ്ടി എക്സസൈസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം രോഗിയുടെ ഫയലൊക്കെ എഴുതി പ്രൊസീജിയർ ചെയ്തു. ചികിത്സയ്ക്ക് ശേഷം രോഗി വന്നതിനേക്കാൾ സ്പീഡിൽ നടന്നു, ഇരുന്നെണീറ്റു. ആൾക്ക് വളരെ ഹാപ്പിയായി. വന്നപ്പോൾ നടന്നിരുന്ന അത്രയും ആട്ടം ചികിത്സയ്ക്ക് ശേഷം കാണാത്തത് കൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബൈസ്റ്റാൻഡറായിട്ട് വന്ന അപ്പച്ചനും ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ആക്ച്വലി വലിയ സന്തോഷം തോന്നി. അവർ ആദ്യം വന്നപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ചെയ്യാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ അവരത് ഓക്കെ ആയി. കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മുമ്പ് ചെയ്തൊരു പേഷ്യൻ്റെ അടുത്ത് അവർ അനുഭവം ചോദിച്ചു. അവർ ചികിത്സ കഴിഞ്ഞ് എക്സസൈസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഇരിക്കുന്നവരായിരുന്നു. അവരും വന്ന പോലെയല്ല തിരിച്ചു പോയത്, വളരെ ഹാപ്പി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ പേഷ്യന്റിനോട് ചോദിച്ചപ്പോൾ തന്നെ ഈ പേഷ്യന്റ് വളരെ ഹാപ്പിയായി, എങ്ങനെയാണെങ്കിലും ചെയ്യാന്നുള്ള രീതിയായി. അങ്ങനെ പേഷ്യന്റ് വന്നതിനേക്കാൾ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത്. ഇത് കാണുന്ന രോഗികൾ ഈ ജോയിന്റ് മാനിപ്പുലേഷൻ ചികിത്സ, അതായത് തേയ്മാനം കൊണ്ടുള്ള മുട്ടുവേദനയ്ക്ക് ചെയ്യുന്ന ജോയിന്റ് മാനിപ്പുലേഷൻ ചികിത്സ എന്താണെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പലരും സംശയം ചോദിക്കാറുണ്ട്. ഈ ചികിത്സയെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ, ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത്ര ആശ്വാസം ലഭിക്കുന്നു പലരും ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഇത് ആരോട് ചോദിക്കുമെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും. ഈ ചികിത്സയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ഈ സ്ക്രീനിൽ താഴത്ത് കൊടുത്തിരിക്കുന്ന പോലെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിനെക്കുറിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും വിശദമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജോയിന്റ് മാനിപ്പുലേഷൻ ട്രീറ്റ്മെന്റ് ലോകം മുഴുവനുണ്ട്, ഇവിടെ മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സ ചെയ്യുന്നതിനായിട്ട് ആരും ഭയക്കേണ്ടതില്ല, ധൈര്യമായിട്ട് ചെയ്യാം. ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഫിസിയോതെറാപ്പിയിലെ ജോയിന്റ് മാനിപ്പുലേഷൻ ചികിത്സ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല.